ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇത്രയും നാളും സത്യഭാമ മഹാറാണിയെ പോലെ ഭരിച്ചിരുന്ന ആ വീട്ടിൽ ഇനി മുതൽ ഒരു രാജാവ് വരാൻ പോകുന്നു. രാഘവൻ നായരിരുന്ന കസേരയിൽ പുതിയ രാജാവിരിക്കും. ആ രാജാവ് വേറാരുമല്ല, നീയാ, നീ. എന്താ പിള്ള, നിങ്ങൾ കഴിക്ക്. ഞാനല്ലേ വിളമ്പി തന്ന്. നീ കഴിക്ക്. ആ ബെസ്റ്റ്, അതും തീർത്തോ? രോഹിത്തെ, നീ ഇങ്ങനെ കുടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അടുത്ത അമാവാസി വരെ ഒന്നും നീ കാണുന്നു തോന്നില്ല. കറുത്തവാവിന് വീട്ടുകാരെങ്കിലും നിനക്ക് വേണ്ടി ബലിയിടേണ്ടി വരും. ആര് ബലിയിടാൻ? സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാത്തവന് മറ്റുള്ളവരിടുന്ന വെളിച്ചോറ് കാട്ടു തന്നാനാ യോഗം. മക്കളില്ല, ഭാര്യയില്ല, ബന്ധുക്കൾ ആരുമില്ല. ഞാൻ ചത്ത ഇടിച്ച് നിലവിളിച്ച് കരയാൻ പോലും ആരുമില്ല. അങ്ങനെ ഒരുത്തൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ വേസ്റ്റാ, വേസ്റ്റ്. രോഹിത്തെ, നിനക്ക് ആരുമില്ലാന്ന് നീ അങ്ങ് സ്വയം തീരുമാനിച്ചാ മതിയോ? ആളും അർത്ഥവും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിന്റെ ജീവിതത്തിലേക്ക് ആള് വരും. നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന് താങ്ങും തണലും ആകാൻ തയ്യാറാവുന്ന നല്ല പെൺകുട്ടികള്. അവരെയും കെട്ടി അന്തസ്സായിട്ട് ശ്യാമയ്ക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതല്ലാതെ മനസ്സും തളർന്ന് കുറെ കള്ളും വലിച്ചേറ്റി ജീവിതം കുടിച്ചു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ സംഭവിക്കും. കാക്കയ്ക്ക് ചോറ് വയ്ക്കാൻ ഒരാളും കാണില്ല. എന്താ, മറ്റൊരു പെണ്ണിനെ ശ്യാമയുടെ സ്ഥാനത്തേക്ക് നോക്കിയാലോ? അപ്പൊ പിന്നെ മോള്? എനിക്കെന്റെ മോളെ പിരിയാനൊന്നും പറ്റില്ല. എന്റെ ചോര അല്ലായിരിക്കാം, പക്ഷെ എന്നെ ആദ്യമായിട്ട് അച്ഛന്ന് വിളിച്ചത് അവളാ. എനിക്കങ്ങനെ എന്റെ മോളെ എന്നിന്ന് തള്ളിക്കളയാനൊന്നും പറ്റില്ല. എനിക്കെന്റെ പാപ്പയെ വേണം. രോഹിത്തെ, നീ നന്നാവില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരാ കൊച്ചിനെ വിട്ടുതരുമോ? വിഷ്ണുവിന്റെ മോളാണെന്ന് വിഷ്ണു മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നീ എന്ന ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അവരംഗീകരിക്കോ? പപ്പി രഹസ്യം അറിയാത്തത് കൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ അവള് നിന്നെ അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, എന്റെ മോളനെ ഒരിക്കലും തള്ളി പറയില്ല. അവൾക്ക് ഈ ഞാനെന്ന് വെച്ചാൽ ജീവനാ. എന്റെ മോളെ ഒരിക്കലും ഞാൻ തള്ളി പറയില്ല. എനിക്ക് അവളെ വേണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. എനിക്കിപ്പോ എന്റെ മോളെ കാണണം. രോഹിത്തെ, നീ എങ്ങോട്ടാ? ഞാൻ എന്റെ മോളുടെ അടുത്തേക്ക് പോവാ. എനിക്കിപ്പോ അവളെ കാണണം. അങ്ങോട്ട് നിക്ക്. അത് നിന്നെ അവിടെ ആരെങ്കിലും കേറ്റോ? കേറ്റിയില്ലെങ്കിൽ വേണ്ട, എനിക്കെന്റെ മോളെ ഒന്ന് കാണാലോ. അതിനാരുടെ സമ്മതമൊന്നും വേണ്ടല്ലോ. നിക്ക്. നമ്മൾ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ വാക്കാല പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിന്നെ മുന്നിൽ കണ്ടോണ്ടാ പ്ലാൻ ചെയ്തിരിക്കുന്നേ. അത് നീയായിട്ട് തടസ്സപ്പെടുത്തരുത്. എനിക്ക് എന്റെ മോളെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. ഞാൻ പോവാ. രോഹിത്തെ, എന്നെ തടയരുത്. ഞാൻ പോവാന്ന് പറഞ്ഞാൽ ഞാൻ പോവും. എങ്ങോട്ടാടാ? നീ ഒരിടത്തേക്കും പോകുന്നില്ല. ഇവിടെ ഇവിടെ നിൽക്കും നീ. എന്നെ തടയരുത്. എടാ, തടയുന്ന നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാടാ. ആ രക്ഷയൊന്നും എനിക്ക് വേണ്ട. ഇവൻ വേണ്ടെന്നോ?
ഞങ്ങളുടെ രക്ഷ നിനക്കിപ്പോ വേണ്ടാന്നോ? ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തത് ഞങ്ങളാണെങ്കിൽ നിന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കി കൂടി ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ചെയ്യും. തടയാൻ വന്ന ഞങ്ങളുടെ മറ്റൊരു മോഹമായിരിക്കും നീ കാണുക. മനസ്സിലായോ? വിടറോ താമാറ് താനോട്ടിരുന്നേ. ലോകത്തെ നിനക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ പെടപ്പാട് മുഴുവൻ പെടുന്നത്. അനാഥനാണ് നീ കൂടെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് മാത്രോ നിന്നെ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാവുന്ന തന്നെ. എടാ, ഞങ്ങൾ പറയുന്ന കേട്ട് ഞങ്ങളെ കൂടെ നിൽക്കാൻ നീ മനസ്സ് കാണിച്ചാൽ സത്യഭാമയുടെ വീടുണ്ടല്ലോ, അത് നിനക്കാട്ടങ്ങ് തരും. അതിന്റെ താക്കോലെ ഊര് നിന്റെ കയ്യിൽ വെച്ച് തരും ഞങ്ങള്. ചിറ്റപ്പ, അതെ രോഹിത്തെ, ഇത്രയും നാളും സത്യഭാമ മഹാറാണിയെ പോലെ ഭരിച്ചിരുന്ന ആ വീട്ടിൽ ഇനി മുതൽ ഒരു രാജാവ് വരാൻ പോകുന്നു. രാഘവൻ നായർ ഇരുന്ന കസേരയിൽ പുതിയ രാജാവിരിക്കും. ആ രാജാവ് വേറാരുമല്ല, നീയാ. നീ പക്ഷെ പ്ലാനുകൾ വിജയിക്കണമെങ്കിൽ ശാലിനി ഒന്ന് അടക്കി നിർത്തണം. അതുവരെ നീ ഇവിടെ തന്നെ കാണണം രോഹിത്തെ. അവനെ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റും. പക്ഷെ ശാലിനി, അവളാണ് പ്രശ്നം. വിഷ്ണുവിനെ അങ്ങ് തട്ടിക്കളയെന്ന് പറഞ്ഞാൽ അവൾ അടങ്ങുമോ? തീ കുരുത്തത് അവനും അവളും. ഭീഷണിയിലൊന്നും വീഴില്ല. ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുനാളെ ജില്ലാ കളക്ടറുടെ കസേരയിൽ അവൾ ഇരിക്കരുത്. നോക്കട്ടെ, അതിനെന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ചിറ്റപ്പൻ നോക്കിയ കാര്യം നടക്കും. ചിറ്റപ്പന്റെ കാര്യങ്ങൾ നടത്തുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. എങ്കിൽ വഴിയുണ്ട്, പക്ഷേ വളഞ്ഞ വഴിയാ. വളഞ്ഞതായാലും ചരിഞ്ഞതായാലും അവൾ ഒടിയണം. എന്നേക്കുമായി ഒടിഞ്ഞു കുത്തി വീഴണം. പാളരുത്. പാളിയ പണി പാളും. അത്രയ്ക്ക് തന്ത്രപരമായിട്ട് വേണം കാര്യങ്ങൾ നീക്കാൻ. ഇത് പോലീസ് ബുദ്ധിയാ മോളെ, ഇത് പാടില്ല. ശാലിനി വീണിരിക്കും. അതിനെ നിന്റെ ഈ ചിറ്റപ്പന്റെ ബുദ്ധി തന്നെയാണ് ഗ്യാരണ്ടി. കൽപ്പിച്ചുറപ്പിച്ചോ, കണക്ക് കൂട്ടി തീർപ്പ് കൽപ്പിച്ചോ. കളക്ടർക്കുള്ള പണി അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ശംഖുവിളി മുഴക്കേ വേണ്ടു. ഇനി അവൾ ഈ ഭൂമിയിൽ വേണ്ട.